ഹായ് ഓൾ. ചാപ്റ്റർ നമ്പർ 10 പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ ആവശ്യമായ കോൺസെപ്റ്റ്സ്. അപ്പോൾ അത് കുറച്ച് എക്സാമ്പിൾസ് വഴിയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. നമുക്കും അതുപോലെ തന്നെ എക്സാമ്പിൾസ് വഴി ഇതിൽ എന്തൊക്കെ കോൺസെപ്റ്റാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ പറഞ്ഞു പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിളിൻ്റെ എക്സാമ്പിളാണ് എടുക്കുന്നത്. നോക്കിക്കേ, എൻ്റെ കയ്യിൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെക്റ്റാങ്കിളിന് 4 സൈഡാണ് ഉണ്ടാവുക. അതിൽ ഒരു സൈഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ലെങ്ത്ത് എന്നാണ് വിളിക്കുക. ഈ അപ്പുറത്തെ സൈഡിന് എന്തെന്ന് വിളിക്കും? ബ്രെഡ്ത്ത് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും നിങ്ങൾക്ക് ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട്. ലെങ്ത്ത് ഒരു 3 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ലെങ്ത്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ബ്രെഡ്ത്തോ 2 സെൻറ്റിമീറ്ററും ആണ്. ഈ താഴെ കാണുന്ന ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ കാണുന്ന ലെങ്ത്തും എത്ര തന്നെയായിരിക്കും? 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അതിലാർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ മേലും എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ. ഇവിടെ എത്രയായിരിക്കും? അപ്പം 2 സെൻറ്റിമീറ്റർ. ഞാനിതിൻ്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 4 സൈഡും പിടിച്ച് കൂട്ടിയാൽ മതി. 3a+, 2a+, 3a+, 2. ഈ 4 ആളുകളും കൂടെ പിടിച്ച് കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 3 3 6, 6 4 10 എന്ന് കിട്ടും. 10 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ കിട്ടുക. ഇനി അങ്ങനെയല്ലെങ്കിൽ പെരിമീറ്റർ കാണാൻ നമുക്കൊരു ഇക്വേഷനുണ്ട്. എന്താ ഇക്വേഷൻ? 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. അങ്ങനെ ചെയ്താലും 2 ഇൻറ്റു ലെങ്ത്ത് ഇവിടെ 3 ആണ്, ബ്രെഡ്ത്ത് 2 ആണ്, 3a+2 എന്ന് കിട്ടും. 2 ഇൻറ്റു 3a+2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 5 ആണ്. അപ്പോൾ 2 ഇൻറ്റു 5 അവിടെയും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഇവിടെ എത്രയാണുള്ളത്? 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി ഒന്ന് ശരിക്കും നോക്കാം. ഞാൻ ഈ റെക്റ്റാങ്കിളിന് തൽക്കാലം ഒന്നും ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഇയാൾ വടന്നോട്ടെ. ഇനി ഇവിടെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഞാൻ വരുത്താൻ പോവുകയാണ്. നോക്കിക്കോ, ആദ്യം ഞാൻ വരുത്തുന്നത് ഈ 2 സെൻറ്റിമീറ്ററിൻ്റെ ഇവിടെ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ ഞാൻ എൻ്റെ വകയായിട്ട് കൂട്ടി. എത്രയാണ് കൂട്ടിയത്? 1 സെൻറ്റിമീറ്ററാണ് കൂട്ടിയത്. ഇനി അതേപോലെ ഈ ലെങ്ത്തും ഞാൻ എൻ്റെ വകയായിട്ട് 1 സെൻറ്റിമീറ്റർ തന്നെ കൂട്ടി. 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും കൂട്ടി. നേരെ 1 സെൻറ്റിമീറ്ററാണ് നമ്മൾ ലെങ്ത്ത് കൂട്ടുന്നത്. ശരിയാവുന്നില്ലല്ലോ. ഓക്കെ, 1 സെൻറ്റിമീറ്റർ കൂട്ടി. ഇനി ഈ കൂട്ടിയതിൻ്റെ 2 അറ്റത്തൊന്നും ഞാൻ ജോയിൻ ചെയ്ത് കണ്ടതക്കണം. ഇവിടെ ഒരു റെക്റ്റാങ്കിളാക്കി, വലിയൊരു റെക്റ്റാങ്കിളാക്കിയിട്ട് അതിന് മാറ്റുകയാണ്. ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട് വരച്ചപ്പോൾ. ഒന്ന് നോക്കാം. ഈ പുറമെ കാണുന്ന വൈറ്റ് കളർ കാണുന്ന ആളൊരു പുതിയ റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഇപ്പോൾ എത്രയായിരിക്കും? ശ്രദ്ധിക്കുക, ലെങ്ത്ത് ഇപ്പം 3ഉം 1ഉം കൂടെ കൂടിയിട്ട് എത്രയായിട്ടുണ്ട്? 4 ആയിട്ടുണ്ട്. ബ്രെഡ്ത്ത് 1ഉം 2ഉം കൂടെ കൂടിയിട്ട് എത്രയായിട്ടുണ്ട്? 3 ആയിട്ടുണ്ട്. അപ്പോൾ പുതിയതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതേ ഇക്വേഷൻ 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, അഥവാ 2 ഇൻറ്റു 4 + 3. 4 എങ്ങനെയാണ് വന്നാൽ ഇതാ നോക്കുക, ഇവിടെ 4 ഉണ്ട്. 3ഉം 1ഉം കൂട്ടിയ 4. ഇവിടെ 2ഉം 1ഉം കൂട്ടിയപ്പോൾ എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് വന്നത്. ഇനി അതിൻ്റെ ആൻസർ എത്രയാണ് കിട്ടുക? 2 ഇൻറ്റു 4 + 3 എന്ന് പറഞ്ഞാൽ 7 = 14 എന്ന് കിട്ടും. 14 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി ഇത് ഇങ്ങനെയല്ലാതെ വേറെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോലെ തന്നെ ഈ ചിത്രം ഒന്ന് ജസ്റ്റ് ഇപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കുന്നുണ്ട്. നോക്കാം, ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഇവിടെ കൂട്ടിയത് എത്രയാണ്? 1 സെൻറ്റിമീറ്ററാണ് കൂട്ടിയത്. ആ 1 സെൻറ്റിമീറ്റർ കൂട്ടുമ്പോൾ ദാ ഇവിടെയുള്ള ഈ ബ്രെഡ്ത്ത് ഇല്ലേ, ഈ ബ്രെഡ്ത്തിൻ്റെ ഇവിടുന്ന് മേലോട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തും എത്ര സെൻറ്റിമീറ്റർ കൂടിയിട്ടുണ്ടാവും? 1 സെൻറ്റിമീറ്റർ തന്നെ കൂടിയിട്ടുണ്ടാവും അല്ലേ? ഇനി ഞാൻ ലെങ്ത്തിൽ ഇവിടെ കൂട്ടിയത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ലെങ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും എത്ര കൂടിയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഇവിടെ എത്ര കൂടിയിട്ടുണ്ടാവും? 1 സെൻറ്റിമീറ്റർ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയാണ് കൂടിയത്? ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ കൂടി, ഇവിടെയും ഒരു 1 സെൻറ്റിമീറ്റർ കൂടി, ഇവിടെയും 1 കൂടി, ഈ താഴെ എത്ര കൂടി? 1 കൂടി. ആദ്യമുള്ള പെരിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇപ്പം 4 പ്രാവശ്യം എന്ത് കൂടി? 1 കൂടി. അപ്പോൾ 10 + 4 × 1 4 = 14 എന്ന് കിട്ടി. ഇങ്ങനെയും നമുക്കത് കണ്ടുപിടിക്കാം. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ 1 സെൻറ്റിമീറ്ററിന് പകരം ഒരു 2 സെൻറ്റിമീറ്ററാണ് കൂട്ടിയതെങ്കിൽ ഇവിടെ എത്ര കൂടും? 2 കൂടും. ഇവിടെ എത്ര കൂടും? 2. ഈ നാലാമത്തേലും എത്ര കൂടും? 2. അങ്ങനെയാണെങ്കിൽ പുതിയ പെരിമീറ്റർ 10 + 4 ×
2 സീക്വൽ ടു എത്രയെന്ന് കിട്ടും? 10 പ്ലസ് 8 18 18 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി 1 സെൻറ്റിമീറ്ററാണ് നമ്മൾ കൂട്ടിയതെങ്കിൽ ആദ്യത്തെ പെരിമീറ്റർ 10, അതിനോട് 4 ഇൻറ്റു 1 കൂടും, ടോട്ടൽ 14 എന്നായിട്ട് മാറും ആൻസർ. 2 സെൻറ്റിമീറ്ററാണ് കൂട്ടിയതെങ്കിൽ 10നോട് 4 ഇൻറ്റു 2 കൂടും, 4 ഇൻറ്റു 2 8 10ഉം 8ഉം 18 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇനി 3 സെൻറ്റിമീറ്ററാണ് ഞാൻ കൂട്ടിയതെങ്കിലോ 10 പ്ലസ് 4 ഇൻറ്റു 3 എന്ന് വരും. 10 പ്ലസ് 12 എന്നാണ് വരിക, 22 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇനി 4 സെൻറ്റിമീറ്ററാണ് ഞാൻ കൂട്ടിയതെങ്കിലോ 10 പ്ലസ് 4 ഇൻറ്റു 4 എന്ന് കിട്ടും. 4 ഇൻറ്റു 4 16 ആണ്. 16 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 26 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇത് ജനറലി ഞാൻ പറയുമ്പോൾ ഞാൻ കൂട്ടിയത് ഒരു എക്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ എനിക്ക് കിട്ടുക 10 പ്ലസ് 4 ഇൻറ്റു എക്സ്. 4 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4x ആണ്. അപ്പോൾ 10 പ്ലസ് 4x എന്നായിട്ട് മാറും എന്ത്? നമ്മുടെ പുതിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെ പറയണം? 1 സെൻറ്റിമീറ്റർ ആണ് കൂട്ടിയതെങ്കിൽ 10 പ്ലസ് 4 ഇൻറ്റു 1 ആവും. 2 സെൻറ്റിമീറ്റർ ആണ് കൂട്ടിയെങ്കിൽ 10 പ്ലസ് 4 ഇൻറ്റു 2 ആവും. 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 പ്ലസ് 4 ഇൻറ്റു 4 ആവും. എക്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 പ്ലസ് 4 ഇൻറ്റു എക്സ് ആവും. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് പകരം നമുക്ക് സിംപിളി ഇതിനെ ഇങ്ങനെ എഴുതാം. പി ഓഫ് എക്സ്. ഇവിടെ പി എന്ന് എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം എന്താ പി എന്ന് പറഞ്ഞുതരാം. പി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എന്ന് പറയുന്നതിന് പകരം ഞാൻ അതിനെ ഷോർട്ടാക്കിയിട്ട് പി എന്ന് വിളിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10 പ്ലസ് 4x എന്ന് എഴുതി. പി ഓഫ് എക്സ്. ശ്രദ്ധിക്കുക, ഈ കാണുന്ന ആളെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? പി എന്ന് എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റിനുള്ളിൽ എക്സ് എഴുതുന്ന ആളെ പി ഓഫ് എക്സ് എന്നാണ് വായിക്കുക. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10 പ്ലസ് 4x എന്ന് എഴുതി. എന്താ ഇതിൻ്റെ മീനിങ്? ഇതിൽ ഈ എക്സ് എന്ന് പറയുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര്, ഇതാ ഇവിടെയൊക്കെ കാണുന്ന എക്സ് ഉണ്ടല്ലോ, ആ എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ. എന്താ വിളിക്കുക? വേരിയബിൾ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പി ഓഫ് എക്സിൽ എക്സിന് ഞാൻ എന്ത് വാല്യൂ കൊടുത്താലും ഈ ഇക്വേഷൻ അതിനനുസരിച്ച് മാറും. ഫോർ എക്സാമ്പിൾ, പി ഓഫ് എക്സ് എന്നുള്ളടത്ത് 1 കൊടുത്താൽ 10 പ്ലസ് 4x എന്നുള്ളടത്ത് 10 പ്ലസ് 4 ഇൻറ്റു 1 ആവും. പി ഓഫ് എക്സ് എന്നുള്ളടത്ത് 2 എന്ന് കൊടുത്താൽ 10 പ്ലസ് 4 ഇൻറ്റു 2 ആവും. പി ഓഫ് എക്സ് എന്നുള്ളടത്ത് 3 എന്ന് കൊടുത്താൽ 10 പ്ലസ് 4 ഇൻറ്റു 3 എന്നാവും. എന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സ് മാറിയിട്ട് 1 ആകുമ്പം ഇവിടെയും 1 ആയി, 2 ആകുമ്പോൾ ഇവിടെയും 2 ആയി, 3 ആകുമ്പോൾ ഇവിടെ എന്തായി? 3 ആയി. അപ്പോൾ ജനറലി നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിയാൽ തന്നെ ഈ കാര്യം വ്യക്തമാണ്. സിംപ്ലി നമ്മൾ പോളിനോമിയൽ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുന്ന പരിപാടിക്കാണ് പോളിനോമിയൽ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് പോളിനോമിയൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, എങ്ങനെയാണ് പോളിനോമിയലിനെ തിരിച്ചറിയാമെന്നൊക്കെ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ടോപ്പിക് എത്തുമ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യും. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു എക്സാമ്പിളോട് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നേരെ അതിലേക്കൊന്ന് പോവാം. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുത്തോ. ഇതേ നോക്കിക്കേ, ഇവിടെ ഒരു 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ 2 സെൻറ്റിമീറ്റർ ഉണ്ട്. ഞാൻ പെരിമീറ്റർ കാണുന്നതിന് പകരം ഇവിടെ ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് നോക്കി. ഏരിയ എത്രയാണ് ഉണ്ടാവുക? 2 ഇൻറ്റു 3 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. 2 ഇൻറ്റു 3 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി ശ്രദ്ധിക്കണേ. ഇവിടെ നേരത്തെ പോലെ 1 സെൻറ്റിമീറ്റർ കൂട്ടി എന്ന് പറയുന്നതിന് പകരം ഞാൻ നേരിട്ട് തന്നെ പറയുകയാണ്, ഒരു എക്സ് സെൻറ്റിമീറ്റർ കൂട്ടി, ഒരു നിശ്ചിത അളവ് ഞാൻ കൂട്ടി, എക്സ് ആണ് സെൻറ്റിമീറ്റർ. ഇവിടെയും ഞാൻ എന്ത് ചെയ്തു? ഒരു എക്സ് സെൻറ്റിമീറ്റർ തന്നെ കൂട്ടി. ദേ ഇവിടെ കൂട്ടിയ അതേ ആളെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തത്? കൂട്ടിയിട്ടുള്ളത്. ശേഷം ഞാനിതൊക്കണം ഇതിനെങ്ങനെ നേരെ നീട്ടി വരച്ചും ആ റെക്റ്റാങ്കിളിനെ ഒന്ന് വലിയ റെക്റ്റാങ്കിളാക്കി മാറ്റി. ഇപ്പോൾ ഒരു വലിയ റെക്റ്റാങ്കിൾ കിട്ടി. നോക്കിക്കോ, ഈ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ്? 3ഉം എക്സും കൂടിയിട്ടുണ്ട് അല്ലേ? 3ഉം എക്സും കൂടി എന്ത് കിട്ടും? 3 പ്ലസ് എക്സ് എന്ന് കിട്ടും. അതേപോലെ ലെങ്ത് ആണ് 3 പ്ലസ് എക്സ്, ബ്രെഡ്ത്ത് എന്ത് കിട്ടും? 2ഉം എക്സും കൂടിയിട്ടുണ്ട്. 2ഉം എക്സും കൂടിയാൽ ഇപ്പുറത്തെ സൈഡിൽ എഴുതുന്നുണ്ട് 2 പ്ലസ് എക്സ് എന്ന് കിട്ടും. എനിക്കിതിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കണം. ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നല്ലേ? ഞാനിതിൻ്റെ ഏരിയനെ തൽക്കാലം ഇവിടെ എ ഓഫ് എക്സ് എന്ന് വിളിച്ചു. എന്താ വിളിച്ച്? എ ഓഫ് എക്സ്. എ എന്ന് പറഞ്ഞാൽ ഏരിയനെ സിമ്പിളായിട്ട് ജസ്റ്റ് നോട്ട് ചെയ്യാനാണ്. എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാണ്? 3 പ്ലസ് എക്സ്. ബ്രെഡ്ത്ത് എത്രയാണ്? 2 പ്ലസ് എക്സ്. അപ്പം 3 പ്ലസ് എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ് എന്ന് കിട്ടും. ഈ ബ്രാക്കറ്റ് പൊളിക്കാൻ നമ്മൾ പണ്ടേ പഠിച്ചതാണ്. ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷവും ഈ വർഷം നമ്മൾ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നോക്കുക, 3 ഇൻറ്റു
2. 3 ഇൻറ്റു 2 എത്ര കിട്ടും? 6. ഇവിടെ 3 ഇൻറ്റു എക്സ് എന്ത് കിട്ടും? 3x. രണ്ടും പ്ലസ് ആയതുകൊണ്ട് പ്ലസ് തന്നെ കിട്ടും. ഇവിടെ 2 ഇൻറ്റു എക്സ് എന്ത് കിട്ടും? 2x പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ. ഇനി ഈ ഒരു സാധനത്തിൽ ഒരേപോലെയുള്ള ആളുകളെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഒരേപോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ 6 നമ്പറായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 3xും 2xും ഉണ്ട്. രണ്ടും ഒരുപോലത്തെ ആളുകളാണ് അല്ലേ? 3xും 2xും കൂട്ടി എത്ര കിട്ടും? 5x കിട്ടും. അപ്പോൾ 6 അവിടെ ഉണ്ട്, 5x ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? എക്സ് സ്ക്വയർ. അപ്പോൾ എ ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 6 + 5x + എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇതൊരു ഭംഗിക്ക് എഴുതാൻ വേണ്ടിയിട്ട് എ ഓഫ് എക്സ് ഈക്വൽ ടു, ഞാൻ ആദ്യം എക്സിൻ്റെ പവർ ഏറ്റവും വലുതുള്ള എക്സ് സ്ക്വയറിന് ആദ്യമായിട്ട് എഴുതുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 5x + 6. ഞാൻ നേരത്തെ പറഞ്ഞു സിമ്പിളി ഇതൊരു പോളിനോമിയൽ ആണെന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോളിനോമിയലിനെ പറ്റിയിട്ട് പറയും. എന്താ ഇതിൻ്റെ മീനിങ്? എ ഓഫ് എക്സ് ഏരിയനെ സൂചിപ്പിക്കുകയാണ്. അതിൽ എക്സ് എന്ന് പറഞ്ഞ ആളെന്താ? ഒരു വേരിയബിൾ ആണ്, എന്ന് വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് അയാൾക്ക് കൊടുക്കാം. എക്സ് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ച് എന്ത് മാറും? ഈ സൈഡിലുള്ള എക്സ് സ്ക്വയർ പ്ലസ് 5x + 6 എന്നുള്ള ആൾ മാറും. നോക്കിക്കേ, എക്സിന് പകരം ഞാൻ 1 ആണ് കൊടുക്കെങ്കിൽ എ ഓഫ് എക്സ് എന്നുള്ളടത്ത് എന്താവും? എ ഓഫ് 1. അപ്പോൾ ഇവിടെ എന്താവും? എക്സ് സ്ക്വയർ പ്ലസ് 5x + 6 എന്നുള്ള ആൾ മാറിയിട്ട് എന്തായിട്ട് മാറും? എക്സ് സ്ക്വയറിന് പകരം 1 സ്ക്വയർ പ്ലസ് 5x എന്നുള്ളടത്ത് 5 × 1 പ്ലസ് 6 എന്നായിട്ട് മാറും. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 5 × 1 5 പ്ലസ് 6 എന്നായിട്ട് മാറും. 1ഉം 5ഉം കൂട്ടിയാൽ 6 ആണ് കിട്ടുക. 6 മാറും എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഏരിയ എക്സിന് പകരം 6 കൊടുത്താലും ഏരിയ എത്രയാണെന്ന് നേരിട്ട് ഈ ഒരു റിലേഷൻ അറിഞ്ഞാൽ കണ്ടുപിടിക്കാം. ഇനി എ ഓഫ് 1ന് പകരം എ ഓഫ് 2 ആണെങ്കിലോ നോക്കുക, എക്സ് സ്ക്വയർ എന്നുള്ളതിന് പകരം എന്ത് വരും? 2 സ്ക്വയർ എന്ന് വരും. 5x എന്നുള്ളടത്ത് എന്ത് വരും? 5 × 2 പ്ലസ് 6 അതുപോലെ തന്നെ. 2 സ്ക്വയർ 4 ആണ്, 5 × 2 10 ആണ്, പ്ലസ് 6. 10ഉം 6ഉം 16 ആണ്, 16ഉം 4ഉം കൂട്ടിയാൽ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി എ ഓഫ് 3 എന്നാണെങ്കിലോ എക്സ് സ്ക്വയർ എന്നുള്ളടത്ത് എന്ത് വരും? 3 സ്ക്വയർ. 5x എന്നുള്ളടത്ത് എന്ത് വരും? 5 × 3 പ്ലസ് 6 എന്ന് വരും. 3 സ്ക്വയർ 9 ആണ്, 5 × 3 എന്ന് പറഞ്ഞാൽ 15 ആണ്, പ്ലസ് 6 എന്ന് വരും. 15 + 6 എന്ന് പറഞ്ഞാൽ 21 ആണ്. 21ഉം 9ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 30 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതേപോലെ എക്സിൻ്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഏരിയൻ്റെ വാല്യൂസ് മാറുന്നതും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. അടുത്ത എക്സാമ്പിൾ പറയുന്നത് റെക്റ്റാങ്കുലർ ബോക്സിനെ പറ്റിയിട്ടാണ്. ആ റെക്റ്റാങ്കുലർ ബോക്സിനെ പറ്റിയിട്ടുള്ള എക്സാമ്പിൾ ഇങ്ങനെയാണ്. റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ സൈഡ്സ് 1 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് ബ്രെഡ്ത്ത് ആണെന്ന് വിചാരിക്കുക. എന്താണ്? ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ലെങ്ത്ത് എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ബോക്സിന് 3 അളവുകളാണ് ഉണ്ടാവുക. അതിൽ ഒന്ന് ഇതാണ് ലെങ്ത്ത് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ബ്രെഡ്ത്ത് ആയിരിക്കും. ഇതെന്തായിരിക്കും? ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ലെങ്ത്ത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഫിഗറിൽ അളവുകൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി വരച്ചതെന്നേ ഉള്ളൂ. ഇനി ചോദ്യം പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ പറയുന്നത് എങ്ങനെയാണ്? ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു നിശ്ചിത അളവ് ഞാൻ കൂട്ടി, അതൊരു 1 + x ആയി എന്ന് വിചാരിക്കാം. അപ്പം ലെങ്ത്തും അതേപോലെ 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് അതേ അളവ് കൂട്ടി, അപ്പോൾ 2 + x ആയി. ഹൈറ്റും 3 സെൻറ്റിമീറ്റർ എന്നുള്ളത് കുറച്ച് കൂട്ടി, അതേ അളവ് 3 + x ആയി. അങ്ങനെയാണെങ്കിൽ വോളിയത്തിൻ്റെ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ വോളിയം മാറുന്നത് എങ്ങനെയായിരിക്കും നോക്കുക. വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ UP ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ പുതിയ വോളിയം ലെങ്ത്ത് എന്നുള്ളത് എന്തായിട്ട് മാറും? 1 + x എന്നായിട്ട് മാറും. ബ്രെഡ്ത്ത് എന്നുള്ളത് എന്തായിട്ട് മാറും? 2 + x എന്നായിട്ട് മാറും. ഹൈറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? 3 + x എന്നായിട്ട് മാറും. അപ്പം 1 + x × 2 + x × 3 + x എന്നാണ് നമ്മുടെ വോളിയം കിട്ടുക. ഈ വോളിയത്തിനെ നിങ്ങൾ എന്തെന്ന് വിളിച്ചോളാം? V ഓഫ് x എന്ന് വിളിച്ചോളാം. ഇനി ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടിയാൽ ഇങ്ങനെ തന്നെ ചെയ്താലും നമുക്ക് റിലേഷൻ ആക്കിയിട്ട് എഴുതാം. അതല്ലെങ്കിൽ ഇവരെങ്ങനെ ഗുണിക്കുക എന്നുള്ളത് നോക്കുക. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നിങ്ങൾ 1
4×3×5. ഇതെങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക? ഏതെങ്കിലും രണ്ടെണ്ണം ആദ്യം ഗുണിക്കും. 3×5 3×5 എത്രയാണ്? 15 എന്ന് കിട്ടും. 4×15 എന്ന് കിട്ടും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ 4×15 ചെയ്യും. 4×15 എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ആദ്യം ഏതെങ്കിലും രണ്ടാൾക്കാരെ ഗുണിക്കുക. ഞാൻ ഈ രണ്ടാളുകളെ ആദ്യം ഒന്ന് ഗുണിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവനെ ഒരു മാറ്റം വരുത്താതെ 1 + xന് ഒരു മാറ്റം വരുത്താതെ താഴോട്ട് എഴുതി. 1 + x അതേപോലെ ഉണ്ട്. ഇനി അടുത്ത ബ്രാക്കറ്റിനെ ഞാനൊന്ന് പൊളിക്കാൻ പോവുകയാണ്. പൊളിക്കുമ്പോൾ എന്താ കിട്ടുക നോക്കിക്കോളാം. 2×3 എത്ര കിട്ടും? 6 പ്ലസ് 2×x 2x x×3 എന്ത് കിട്ടും? 3x x×x എന്ത് കിട്ടും? x². അപ്പോൾ ഇതാണ് ആ ബ്രാക്കറ്റ് പൊളിക്കുമ്പോൾ കിട്ടുക. ഇനി ഈ രണ്ടാളുകളെ ഇനി ഗുണിക്കണം. അതെങ്ങനെ ഗുണിക്കുക? നേരത്തെ അതേപോലെ തന്നെ ഇവിടെ ആദ്യമുള്ള 1 ആണ്. അപ്പോൾ 1×6 എന്താ കിട്ടുക? 6 പ്ലസ് 1×2x 2x എന്ന് ആൻസർ കിട്ടും. 1×3x 3x ആൻസർ കിട്ടും. 1×x² എന്ത് കിട്ടും? x² തന്നെ എന്ന് വെച്ചാൽ നേരത്തെ കിട്ടിയ അതേ സാധനം തന്നെയാണ് കിട്ടുക. ബാക്കിയുണ്ട് x×6 എന്താ കിട്ടുക? 6x എന്ന് ആൻസർ കിട്ടും. ബാക്കി 6×2x എന്താ കിട്ടുക? 2x² ആണ് കിട്ടുക. കാരണം x×x എന്ന് പറഞ്ഞാൽ x² ആണ്. ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം, അവിടേക്ക് എഴുതാൻ ആവശ്യം വരും. ഇനി x×3x എന്താ കിട്ടുക? 3x² എന്ന് കിട്ടും. x×x² എന്താ കിട്ടുക? ശ്രദ്ധിക്കണേ, x² അവിടെ ഉണ്ട്, അതിനൊരു x കൊണ്ട് കൂടെ ഗുണിക്കുകയാണ്. x² എന്ന് പറഞ്ഞാൽ എന്താ? x×x ആണ്. വീണ്ടും ഒരു x കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ x³ എന്നാണ് വരിക. എന്താ വരിക? x³. ഇനി ഇതിൽ ഒരുപോലുള്ള ആളുകളെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി എഴുതാം. ആദ്യം 6 നമ്പർ മാത്രം വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ 6 അതുപോലെ തന്നെ വന്നു. ജസ്റ്റ് 6 തന്നെ അവിടെ എഴുതി വെക്കാം. ഇനി 2x ഉണ്ട്, ഇവിടെ 3x ഉണ്ട്. ഇനി x മാത്രമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? 6x ഉണ്ട്. അപ്പോൾ 2xും 3xും 6xും കൂട്ടാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒക്കെ പ്ലസ്സാണ്. 2xും 3x എത്രയാണ്? 5x. 5xും 6xും എത്രയാണ്? 11x എന്ന് കിട്ടും. ഇനി അടുത്തത് x² വരുന്ന ടൈമാണ്. ഇവിടെ ഒരു x² ഉണ്ട്, ഇവിടെ ഒരു 2x² ഉണ്ട്, ഇവിടെ ഒരു 3x² ഉണ്ട്. കൂട്ടി നോക്കി, 2ഉം 3ഉം കൂട്ടി 5, 5ഉം ഇവിടെ ഒരു 1ഉം ഉണ്ട്. അപ്പോൾ എത്ര വരും? 6x² എന്ന് വരും. 6x². പിന്നെ ഒരു x³ മാത്രമേ ഇനി ബാക്കിയുള്ളൂ, അതും കൂടെ എഴുതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം എക്സിൻ്റെ ഏറ്റവും വലിയ പവറുള്ള ആളെ എഴുതി. എക്സിൻ്റെ ഏറ്റവും വലിയ പവർ ആരാ? x³. പിന്നെ രണ്ടാമത് x² എഴുതി, പിന്നെ എക്സിന് എഴുതും, പിന്നെ എക്സ് ഇല്ലാത്ത ആളെ എഴുതും. അപ്പോൾ ആ ഓർഡറിലൊന്ന് എഴുതി കഴിഞ്ഞാൽ x³ + 6x² + 11x + 6 എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടിയത് ആരെയാ? വോളിയത്തിന് v(x) കിട്ടി. ഇതൊരു പോളിനോമിയലാണ്. ഇതെന്താണ്? ഒരു പോളിനോമിയലാണ്. വോളിയത്തിൻ്റെ ഒരു റിലേഷൻ നമുക്കിവിടെ കിട്ടി. ഇനി എന്തിനാണ് ഈ റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ച് നോക്കുക? നമ്മളോട് എക്സിന് പകരം നമ്മൾ 1 സെൻറ്റിമീറ്റർ കൂട്ടിയെന്ന് പറഞ്ഞാലും 2 സെൻറ്റിമീറ്റർ കൂട്ടിയെന്ന് പറഞ്ഞാലും 3 സെൻറ്റിമീറ്റർ കൂട്ടിയെന്ന് പറഞ്ഞാലും ഈ റിലേഷൻ അറിയെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ആദ്യമുള്ള 1 സെൻറ്റിമീറ്റർ 1 + x ആയി എന്നല്ലേ പറഞ്ഞത്. അപ്പം ഈ എക്സിന് പകരം ഞാൻ കൂട്ടിയത് ഒരു 1 സെൻറ്റിമീറ്റർ തന്നെയാണെങ്കിൽ v(x) എന്നുള്ളത് എന്തായിട്ട് മാറും? v(1) ആയിട്ട് മാറും. എങ്ങനെയാണ് v(1) കണ്ടുപിടിക്കുക? ഈ മേലുള്ള x³ എന്നുള്ളിടത്ത് എന്തായിട്ട് മാറും? 1³ പ്ലസ് 6x² എന്നുള്ളിടത്ത് 6×1² പ്ലസ് 11x എന്നുള്ളിടത്ത് 11×1 പ്ലസ് 6. ഇത് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നില്ല, ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 1³ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? 1×1×1 1 തന്നെയാണ് കിട്ടുക. പ്ലസ് 1² എന്ന് പറഞ്ഞാൽ 1 ആണ്. 1×6 എത്രയാണ്? 6. 11×1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 പ്ലസ് 6. കൂട്ടിക്കഴിഞ്ഞാൽ 6 × 6 = 12ഉം ഇവിടെ 11 കൂട്ടി 12 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 24 എന്ന് കിട്ടും. 24 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതേപോലെ ഏതും നമുക്ക് കണ്ടുപിടിക്കാം. v(2) കണ്ടുപിടിക്കാം, v(3) കണ്ടുപിടിക്കാം. ഇനി നിങ്ങളോട് ചോദിച്ചു 1000 വന്നാൽ എന്താ സംഭവിക്കുക? അപ്പോൾ v(1000) നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോളിനോമിയലിൻ്റെ ബേസിക് ആയിട്ട് നമ്മളോട് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മളെടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു? ഒരു റെക്റ്റാങ്കിൾ, അതിൻ്റെ ഒരു സൈഡ് കൂട്ടുന്നു. അപ്പോൾ അവിടെ ഓരോ സെൻറ്റിമീറ്റർ കൂടുമ്പോൾ 1 കൂടിയാലും 2 കൂടിയാലൊക്കെ വരുന്ന റിലേഷൻ നമ്മൾ പഠിച്ചു.
ഒരു പോളിനോമിയൽ എഴുതുന്നത് പഠിച്ചു. പോളിനോമിയലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, അത് നമ്മൾ അടുത്തൊരു വീഡിയോയിലായിട്ട് പറയും, അടുത്ത കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിൽ പറയും. ഇവിടെ എക്സ് എന്ന് പറയുന്ന ആൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാൻ പറ്റിയ ആ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, വേരിയബിൾ എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിലായിട്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്